ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള 2 ഹോം അപ്ലയൻസസിനെ ഒന്ന് പരിചയപ്പെടുത്താം. എനിക്കൊന്ന് ഓൾറെഡി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരെണ്ണം, അപ്പം മറ്റൊരെണ്ണവും കൂടെയുണ്ട്. അപ്പോൾ 2 എണ്ണവും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം എനിക്ക് തയ്ക്കാനുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ ജോലിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. അതായത് അടുക്കള ജോലിയും അല്ലാണ്ടുള്ള ക്ലീനിങ്ങൊക്കെ ഇടയ്ക്കൊക്കെ ബാക്കി ഫാമിലി മെമ്പേഴ്സെല്ലാം ഹെൽപ്പ് ചെയ്യുമെങ്കിലും ശരിക്കുള്ള കാര്യം നമ്മൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എനിക്ക് ഹെൽപ്പൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ വയ്യായികയൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും എല്ലാത്തിനും മെഷീൻസാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 2 മെഷീൻ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും. ചിലപ്പം എല്ലാവർക്കും അത് അത്ര യൂസ്ഫുൾ ആവണം എന്ന് ഇല്ല. ഓരോരുത്തരുടെ സാഹചര്യം വെച്ചിട്ടാണല്ലോ നമുക്ക് ഒരു സംഭവം യൂസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് 2 എണ്ണം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട്, അതായത് തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടത്തെ അടുക്കളയുടെ ഒരു കാഴ്ചയാണിത്. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനി ക്ലീനിങ് പരിപാടി തുടങ്ങണം. അപ്പോൾ ക്ലീനിങ്ങിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ഡിഷ് വാഷർ. അപ്പം അത്യാവശ്യം ഇതിനകത്ത് കൊള്ളുന്നത് മൊത്തം ഞാൻ ഡിഷ് വാഷറിലിട്ട് അത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് അത് ഫുള്ള് ക്ലീനായിട്ട് കിട്ടിക്കോളും. പിന്നെ ബാക്കിയുള്ളത്, അതായത് ഇതിൽ വെക്കാൻ പറ്റാത്ത കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ മൺപാത്രം, ഇരുമ്പ്, പിന്നെ കുറച്ചും കൂടെ വലിയ പാത്രങ്ങളൊക്കെ കൈകൊണ്ട് കഴുകി ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അടുപ്പും പാതകം ക്ലീൻ ചെയ്യലാണ്. ഇപ്പോൾ നോർമലി നമ്മൾ അടുപ്പും പാതകം നമുക്ക് ക്ലീൻ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നനച്ച് ഉടച്ചാൽ മതി. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ പായസം ഉണ്ടാക്കിയതിൻ്റെയും നെയ്യും പിന്നെ എണ്ണയും അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരു 1.5 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് യുറേക്ക ഫോർബ്സിൻ്റെ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറാണ്. സാധാരണ വാക്യൂം ക്ലീനറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പം നനഞ്ഞതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ വലിച്ചെടുത്തോളൂ. ഇതിൻ്റെ താഴെ കാണുന്ന അതിൻ്റെ ടാങ്കാണ്. അപ്പം നമ്മൾ വെള്ളമെല്ലാം വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കത് കൊണ്ട് അങ്ങ് കളഞ്ഞാൽ മതി. അപ്പം നോർമൽ വാക്യൂം ക്ലീനറിൻ്റെ കൂടെ തന്നെ നമുക്ക് വെറ്റായിട്ടുള്ള സംഭവങ്ങളും കൂടെ വലിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെറും വെള്ളമാണ് ഒഴിക്കുന്നത്. ഇവിടെ വെറും വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ തന്നെ ഒരു സക്ഷൻ ബ്രഷുണ്ട്. ഇതിൻ്റെ ചെറിയ ബ്രഷാണ് കേട്ടോ. എൻ്റെ വലിയ ബ്രഷുണ്ട്, നമുക്ക് തറയൊക്കെ തുടച്ചെടുക്കാനാണെങ്കിൽ ഇതിൻ്റെ വലുതുണ്ട്. അപ്പോൾ ഈ ഒരു സക്ഷൻ ബ്രഷ് വെച്ചിട്ട് ഇത് ഓണാക്കുന്നതിന് മുന്നേ തന്നെ വെറുതെ ഒന്ന് ഉരച്ച്, അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് ബ്രഷ് വെച്ച് ഉരയ്ക്കാം കേട്ടോ. ഉരച്ച് വെച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇത് സക്ക് ചെയ്തങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മൾ വാക്യൂം ക്ലീനർ കണ്ടിട്ടുള്ളത് പൊടിയും മറ്റ് കാര്യങ്ങളും വലയൊക്കെ നമുക്ക് വലിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കൂടെ വലിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. ഇപ്പം നമ്മൾ അടുപ്പും പാതകം ഒക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതാദ്യം കൊണ്ടുപോയി വാരി കളഞ്ഞ്, പിന്നെ അടുത്ത സെറ്റ് നമ്മൾ കുറച്ച് നല്ല എന്തെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ച് തുടച്ചെടുത്ത്, പിന്നെ അടുത്ത നല്ല വെള്ളം ഒഴിച്ച് നല്ല ഇതിൽ പിഴിഞ്ഞ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഫുഡ് വേസ്റ്റ് കിടന്നാലും അതും ഇതങ്ങ് സക്ക് ചെയ്തെടുത്തോളും. ഇപ്പം ഇപ്രാവശ്യം അധികം ഞാനില്ല, ബാക്കിയെല്ലാം കളഞ്ഞത് കൊണ്ടാണ് അധികം ഫുഡ് വേസ്റ്റ് ഇല്ല. അപ്പം ഇപ്പോൾ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോർഷൻസൊക്കെ അവിടെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം ക്ലീൻ ചെയ്യണ്ട. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് നമുക്കിതങ്ങ് വലിച്ചെടുക്കാം. പിന്നെ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തറയിലോട്ടൊക്കെ വെള്ളം പോവും. പക്ഷേ ഇപ്പം ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തറയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തങ്ങ് എടുക്കാം. അതും സക്ക് ചെയ്തങ്ങ് എടുക്കും, പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങുകയും ചെയ്യും.
ഇത് ഇങ്ങനെയാണ് നോർമലി ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വെറും വെള്ളമാണ്. അപ്പം വെള്ളത്തിൽ നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഇട്ടിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വെച്ചങ്ങ് വാക്യൂം ചെയ്തങ്ങ് എടുക്കാം. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ തറയും ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ തറ നമ്മൾ നനച്ച് തുടയ്ക്കുന്നതിനേക്കാളും എളുപ്പമാണ്, നല്ലോണം ക്ലീൻ ആവുകയും ചെയ്യും. ഇപ്പം നമുക്ക് കട്ടിലിൻ്റെ അടിയിലൊക്കെ നമ്മൾ സാധാരണ കുറേ നാൾക്ക് ശേഷം നമ്മളൊന്ന് തുടച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം അതിനടിയിലെ ചുക്കിലി മൊത്തം തൂത്ത് കളഞ്ഞ് പിന്നെ ആയിരിക്കും നമ്മൾ തുടച്ച് എടുക്കാനൊക്കെ പറ്റുന്നത്. എങ്കിൽ പോലും ആ ഒരു പൊടിയുടെ അംശം അവിടെ തന്നെ കാണും. ഇപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നല്ലോണം വെള്ളം അങ്ങ് ഒഴിക്കാം. നമുക്ക് ബെഡ്റൂമിൽ തന്നെ ക്ലീനിങ് സൊല്യൂഷനുള്ള വെള്ളം കോരി അങ്ങ് ഒഴിച്ച് വെച്ച്, ഇപ്പം നമുക്ക് കുറച്ചും കൂടെ വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വെച്ച് ഇത് വെച്ചങ്ങ് വലിച്ചെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെറിയ ബ്രഷാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ തന്നെ വലിയ ബ്രഷുണ്ട്, നമുക്ക് ഫ്ലോറ് അല്ലെങ്കിൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന അത്രയും രീതിയിൽ തന്നെയുള്ള ബ്രഷുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഇതിപ്പോൾ വെറ്റ് ആൻഡ് ഡ്രൈയുടെ കാര്യമാണ് ഞാൻ കാണിക്കുന്നത്, അല്ലാതെ വാക്യൂം ക്ലീനറിൻ്റെ നോർമൽ ഫെസിലിറ്റീസ് എല്ലാം, അതായത് ഇപ്പം ബാക്കിയുള്ള സോഫ ക്ലീനിങ് അല്ലെങ്കിൽ കർട്ടൻ ക്ലീനിങ്, അതുപോലെ ചെറിയൊരു ഏരിയയിലുള്ള മെസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ, ഇപ്പം പെൻസിൽ കട്ടിങ്ങിൻ്റെ ഷേവിങ്സ് അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയോണ്ടാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ സ്റ്റിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് വീട്ടിൽ ഹെൽപ്പൊന്നും തന്നെ ഇല്ല. അപ്പം എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഉള്ള ഒരു പോർഷനിലാണ് ഇതെല്ലാം കളക്റ്റ് ആവുന്നത്. അപ്പം നമുക്കിപ്പോൾ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ചുക്കിലി ആണെങ്കിലും എല്ലാം ഇതിനകത്തോട്ട് പൊയ്ക്കോളും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അപ്പം ഇത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രഷും കാര്യങ്ങളും, അല്ലാതെ ഇതിൻ്റെ ആക്സസറീസ് ആണേ. അപ്പം ഇതിലിപ്പം നമുക്ക് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷുണ്ട്, അല്ലാണ്ട് തറ ക്ലീൻ ചെയ്യുന്ന ബ്രഷുണ്ട്. പിന്നെ ഇത് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്യൂം സക്ഷൻ ചെയ്തെടുക്കുന്നതിൻ്റെ വലിയ ബ്രഷ്. ഇത് വെച്ചാൽ നമ്മൾ തറയൊക്കെ തുടച്ചെടുക്കുന്നത്. ഇത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം ഞാൻ എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അകത്ത് വെച്ചേക്കുവാണ്. ഇത് ചുക്കിലി അടിക്കുന്നതല്ല, വാക്യൂം ചെയ്ത ആ വലയൊക്കെ എടുത്തു മാറ്റുന്നതാണ്. അതുപോലെ ഈ എക്സ്റ്റൻഷൻ റോഡൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം നീളത്തിൽ നമുക്ക് എത്താത്തടത്തൊക്കെ എത്തിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രഷ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് കർട്ടൻ അല്ലാണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഏരിയയിലും സംഭവങ്ങൾ നമുക്ക് വാക്യൂം ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ചുക്കിലിയൊക്കെ നല്ല ക്ലീനായിട്ട് പോകും, നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. ഇതാണ് അടുക്കളയുടെ ഫൈനൽ ലുക്ക്. ഇതിനധികം നേരമൊന്നും വന്നിട്ടില്ല, മാക്സിമം ഒരു അരമണിക്കൂറാണ് എനിക്കിതിന് ചിലവായത്. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 2 മെഷീൻസ് കാണിച്ചു കഴിഞ്ഞു. ഇതിൽ ഞാൻ ഡിഷ് വാഷറിനെ പറ്റി ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വാക്യൂം ക്ലീനർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പം എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഓൾറെഡി എനിക്കൊരു വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ആക്സസറീസ് വളരെ കുറവാണ്. അപ്പം നമുക്കൊരു ബ്രഷ് മാത്രമേ ഉള്ളൂ. ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം ഇതിലെ ആക്സസറീസും പിന്നെ ഇതിനകത്തെ ആ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ, അതായത് നനച്ചിട്ട് തുടയ്ക്കുന്ന അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇതാണ് എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടും ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പൊടിയടിക്കുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. നല്ല പൊടിയാണ്, കാരണം റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല പൊടിയാണ്. അപ്പോൾ കർട്ടനയിലൊക്കെ ഇരിക്കുന്ന പൊടിയൊക്കെ നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പം അത് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മൊത്തം സമയവും പോവും. പക്ഷേ ഇത് വെച്ച് നമ്മൾ ചെയ്യാനാണെങ്കിൽ ഒത്തിരി മെസ്സാവത്തില്ല. ആ ഒരു പോർഷൻ മാത്രം ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കർട്ടൻ മാത്രം ഇന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ അതിൻ്റെ പൊടിയൊന്നും താഴെ വീഴത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് അത് വാക്യൂം ചെയ്ത് അത് മാറ്റാം. പിന്നെ തറ തുടയ്ക്കുന്നതാണെങ്കിലും നമ്മൾ നമ്മളല്ലാണ്ട് നനച്ച് തുടയ്ക്കുന്നതും വെള്ളം ഒഴിച്ച് ഇപ്പോൾ കുറേ അധികം ചുക്കിലിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബെഡിൻ്റെയൊക്കെ അടിയിൽ
കട്ടിലിൻ്റെയൊക്കെ അടിയിലുള്ള അടുത്തൊക്കെ നമ്മൾ തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ പൊടിയും കൂടെ നമ്മുടെ ആ തുണിയെ പറ്റിയിരിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല, ഫുള്ള് വെള്ളം ഒഴിച്ചേച്ച് പെട്ടെന്ന് നമുക്കത് എടുക്കുകയും ചെയ്യാം, നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. അധികം സമയം എടുക്കുന്നില്ല. ശരിയാണ്, ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം വേണം. എന്നാലും ഞാൻ നോക്കുമ്പോൾ ഓരോ മുറിയും എനിക്കൊരു ഒരു ദിവസം ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സീലിംഗ് തൊട്ട് താഴോട്ടുള്ള എല്ലാ ഏരിയയും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് ഉപയോഗപ്രദമായിട്ടാണ് തോന്നിയത്. മറ്റുള്ള ഓൾറെഡി ഞാൻ വേറെ യൂസ് ചെയ്ത വാക്യൂം ക്ലീനറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ട് എനിക്കിതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് തറ തുടയ്ക്കാനും പിന്നെ ഈ ജനലിലൊക്കെ ഇരിക്കുന്ന പൊടിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ അടുപ്പും പാതകം അല്ലെങ്കിൽ നമ്മൾ വാഷ് ബേസിൻ്റെ സൈഡ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്താൽ നല്ല ഭംഗിയിലിരുന്നോളും. പിന്നെ ചിലയിടത്തൊക്കെ നമുക്ക് ഇപ്പം ഒത്തിരി ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് കൈകൊണ്ട് നമുക്ക് അവിടെ തൊടാൻ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഇതുകൊണ്ട് വലിച്ചെടുക്കുകയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്നെപ്പോലെ ഒരാൾക്ക് ഒത്തിരി ഓടണ്ട. ഓരോ പ്രാവശ്യം ആദ്യം ക്ലീൻ ചെയ്ത് പിന്നെ കൊണ്ടുപോയി കഴുകി പിന്നെ അതൊന്ന് തുടച്ചെടുത്ത് പിന്നെയും കൊണ്ട് കഴുകി അങ്ങനെ 2-3 വട്ടം ഓടുന്നതിന് പകരം ഒറ്റ തവണ വെള്ളം ഒഴിച്ച് ഇതങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾറെഡി അല്ലാണ്ട് തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഇതിലും ഞാനിപ്പോൾ കാണിച്ചതിലും കൂടുതൽ ആക്സസറീസ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ അകത്ത് വെച്ചേക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് മാത്രമേ ഞാൻ കൈ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് 2 സംഭവങ്ങൾ എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത്. ഇതൊരിക്കലും ഒരു സ്പോൺസേഡ് വീഡിയോ ഒന്നുമല്ല. ഞാനല്ലേ തന്നെ സ്പോൺസേഡ് വീഡിയോസോ പ്രൊമോഷൻസോ ഒന്നും ചെയ്യുന്നതല്ല. പക്ഷേ ഇത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് ഉപയോഗമുള്ളതാണ്. ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക്